ഈ വീഡിയോ കാണുന്ന എല്ലാവരും യൂട്യൂബ് ചാനലുള്ളവരായിരിക്കും. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിനൊട്ടും തന്നെ വ്യൂസ് വരുന്നുണ്ടാവില്ല. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസിന്റെ റെക്കമെൻഡേഷൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പോലും അതിൽ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോസിന്റെ വ്യൂസ് വളരെയധികം കുറഞ്ഞു പോകാനുള്ള പ്രധാന കാരണം. ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ പോകാതിരിക്കാനുള്ള പ്രധാനമായിട്ടുള്ള 3 കാരണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഈ 3 സെറ്റിംഗ്സുകളിൽ 2 നമ്മുടെ മൊബൈലിലുള്ള YT സ്റ്റുഡിയോയിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ മൂന്നാമത്തെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ അത് നമ്മുടെ മൊബൈലിലൂടെ ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ച് ഞാൻ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ സെറ്റിംഗ്സുകളെല്ലാം നിങ്ങളുടെ ചാനലിൽ കൃത്യമായ രീതിയിൽ തന്നെയാണോ ഉള്ളത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചില ആളുകളിൽ ഈ സെറ്റിംഗ്സുകളെല്ലാം തന്നെ മാറിക്കിടക്കുന്നുണ്ടാകും. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ റെക്കമെൻഡേഷനൊന്നും പോകാത്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏതൊക്കെ സെറ്റിംഗ്സുകളാണ് നമ്മൾ നോക്കേണ്ടത്, മാറ്റം വരുത്തേണ്ടത് എന്ന് നോക്കാം. അതിനു മുമ്പേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമ്മുടെ മൊബൈലുള്ള YT സ്റ്റുഡിയോയിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ആ 2 സെറ്റിംഗ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഈ ചാനൽ തന്നെയാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് നമ്മളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേരിൻ്റെ തൊട്ടുപുറത്തായിട്ട് ഒരു പെൻസിൽ ഐക്കൺ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഹോം ടാബ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഹോം ടാബ് എന്നുള്ളത് ഓൺ ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. അത് നിങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കുക. അതിൻ്റെ താഴെയായിട്ട് തന്നെ ഫോർ യു എന്ന് കാണുന്നില്ലേ, അതിൻ്റെ താഴെ തന്നെ യൂട്യൂബ് റെക്കമെൻഡ് യുവർ കണ്ടന്റ് ബേസ്ഡ് ഓൺ വ്യൂവേഴ്സ് ഇൻട്രസ്റ്റഡ്. അതായത് നമ്മുടെ വ്യൂവേഴ്സിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മളുടെ വീഡിയോ റെക്കമെൻഡേഷനായിട്ട് പോകാനുള്ള ഒരു സെറ്റിങ്സ് ആണത്. അപ്പോൾ അതും നിങ്ങളൊന്ന് ഓൺ ചെയ്ത് വെക്കുക. അതിനുശേഷം താഴെ മോർ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടന്റ് ടൈപ്പ് എന്ന് പറയുന്നുണ്ട്. ഈ കണ്ടന്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഏതൊക്കെ കണ്ടന്റാണ് നമ്മുടെ വ്യൂവേഴ്സിനെ റെക്കമെൻഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീമിംഗ് ഇതെല്ലാം നമ്മുടെ റെക്കമെൻഡേഷനിൽ പോകേണ്ടതാണ്, നോട്ടിഫിക്കേഷനിൽ റെക്കമെൻഡേഷനിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ ഈ സെറ്റിങ്സുകളൊക്കെ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ചാനലിൽ ഓണായിട്ടാണോ കിടക്കുന്നത് നോക്കുക. ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ഓൺ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ വീഡിയോസും ഷോർട്സും ലൈവ് സ്ട്രീമിംഗും ഒക്കെ മറ്റുള്ള ആളുകളുടെ മുന്നിലേക്ക് റെക്കമെൻഡേഷനിലേക്കും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ പോവുകയുള്ളൂ. അതിൽ താഴെ തന്നെയായിട്ട് മറ്റൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, റിസൻസി എന്നൊരു ഓപ്ഷൻ. ഇവിടെ ആൾ കണ്ടന്റ് റെക്കമെൻഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിസെൻറ്റ് കണ്ടന്റ് ഓൺലി, അതായത് നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും അതുപോലെ തന്നെ ഷോർട്സും ലൈവ് സ്ട്രീമിങ് എല്ലാം തന്നെ റെക്കമെൻഡേഷനിലേക്ക് പോകാനായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ താഴെ റിസെൻറ്റ് കണ്ടന്റ്, അതായത് കണ്ടന്റ് ദാറ്റ് യു പോസ്റ്റ് ദ പാസ്റ്റ് 12 മന്ത്, അതായത് ഒരു വർഷത്തിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റുകൾ മാത്രം റെക്കമെൻഡേഷൻ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും മുകളിലുള്ളത് കൊടുക്കുക, ആൾ കണ്ടന്റ് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ മാത്രമായിരിക്കും നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും അതുപോലെ തന്നെ ഷോർട്സും എല്ലാ കണ്ടന്റുകളും ആളുകളുടെ മുന്നിലേക്ക് റെക്കമെൻഡേഷനായിട്ടും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് പോവുകയുള്ളൂ. ഇതെല്ലാം ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾ സേവ് എന്ന് കൊടുക്കാൻ മറക്കരുത്. അത് സേവ് എന്ന് കൊടുത്താൽ മാത്രമേ ഇതൊക്കെ സേവ് ആവുകയുള്ളൂ. അപ്പോൾ ഈ സെറ്റിങ്സുകളൊക്കെ നിങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെയാണോ ഉള്ളത് എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത് നോക്കുക. ഇതാണ് നമ്മുടെ മൊബൈൽ കൂടെ ചെയ്യാനുള്ള 2 സെറ്റിങ്സ് എന്ന് പറയുന്നത്. നമുക്കിനി നമ്മളുടെ ലാപ്ടോപ്പിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് നമ്മുടെ മൊബൈലിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മൊബൈലിലൂടെ അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മളുടെ മൊബൈലിലുള്ള ക്രോം ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച്. ഇതിനായിട്ട് ഞാൻ ഇവിടെ ലാപ്ടോപ്പാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് മൊബൈലിലൂടെ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന രീതിയിൽ നിങ്ങൾ ക്രോം ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുക. ക്രോം ബ്രൗസറിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്, മാറി ടൈപ്പ് ചെയ്യരുത്. ക്രോം ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ ലോഗിൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ നേരെ വന്നെത്തുന്നത് നമ്മുടെ ചാനൽ ഡാഷ്ബോർഡിലേക്ക് തന്നെയായിരിക്കും വന്നെത്തുക. അത്തരത്തിൽ നമ്മുടെ ചാനൽ ഡാഷ്ബോർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ലെഫ്റ്റ് സൈഡായിട്ട് നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈലിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഡാഷ്ബോർഡ്, കണ്ടന്റ്, അനലിറ്റിക്സ്, കമ്മ്യൂണിറ്റി എന്നിങ്ങനെ കുറേ ഓപ്ഷൻസുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ പോകേണ്ടത് കണ്ടന്റ് എന്ന ആ ഒരു ഭാഗത്തേക്കാണ്. നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന സെറ്റിങ്സ് നിങ്ങൾ എല്ലാ വീഡിയോസിലും നിങ്ങൾ കൃത്യമായി ചെയ്തു വെച്ചിരിക്കേണ്ടതാണ് കേട്ടോ.
ഈ പറയുന്ന സെറ്റിങ്സ് നമ്മൾ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് മാറ്റാനായിട്ടും സാധിക്കില്ല. അപ്പോൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കണ്ടന്റ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് മുഴുവനുമായിട്ട് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോസ് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് പബ്ലിഷ് ചെയ്ത വീഡിയോ ആണ്, അതായത് പ്രൈവറ്റായി കിടക്കുന്ന വീഡിയോസ് അല്ല, അൺലിസ്റ്റഡായി കിടക്കുന്ന വീഡിയോസ് അല്ല, പബ്ലിക്കുള്ള വീഡിയോസാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളുടെ ടൈറ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ പുതിയതായിട്ടൊരു ഓപ്ഷൻ നമുക്ക് യൂട്യൂബ് തന്നിട്ടുണ്ട്, കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾക്ക് 1, 2, 3 തരത്തിലുള്ള ടൈറ്റിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ടൈറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ഏതാണോ നല്ല ടൈറ്റിൽ, ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷനിലേക്ക് പോകുന്നത്, ഏറ്റവും കൂടുതൽ സെർച്ചിലേക്ക് പോകുന്നത് ഏതാണ് എന്ന് യൂട്യൂബ് തന്നെ കണ്ടെത്തിയിട്ട് ആ ടൈറ്റിൽ സ്ഥിരമായിട്ട് യൂട്യൂബ് തന്നെ സെറ്റാക്കി കൊടുക്കുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിത് ഒരെണ്ണം എൻ്റെ ചാനലിൽ ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂട്യൂബ് ഓക്കെ ആക്കിയിട്ട് അത് ഓട്ടോമാറ്റിക്കലി സെറ്റാക്കി തരുന്നത്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിവിടെ നമ്മുടെ ടൈറ്റിൽ കണ്ടു, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കണ്ടു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണുന്നുണ്ട്. ഇവിടെ തമ്പനെയിൽ കാണുന്നുണ്ട്. ഈ തമ്പനെയിലും ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ നമുക്ക് കമ്പയർ ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. ഞാൻ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് റെക്കമെൻഡേഷനിലേക്ക് പോകാതിരിക്കാനുള്ള ആ ഒരു കാരണത്തെക്കുറിച്ചാണ്. നമുക്കിപ്പോൾ ഇത് താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് സീ മോർ എന്ന് കാണാനായിട്ട് പറ്റും. അതിലൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാ സെക്ഷനും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്താണ് നമ്മളുടെ വീഡിയോസിലുള്ള ടൈറ്റിൽ എങ്ങനെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ എങ്ങനെ കൊടുക്കാം, കീവേഡ്സുകൾ എങ്ങനെ കൊടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക കേട്ടോ. നല്ല നമ്മുടെ വീഡിയോസിനെ ഏറ്റവും കൂടുതലായിട്ട് വ്യൂസ് കൊണ്ടുതരുന്ന ഒരു ഓപ്ഷൻ തന്നെയാണത്. താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ല, ഒരു ബ്ലറായിട്ട്, ഒരു ടിക്ക് മാർക്ക് ബ്ലറായിട്ട് കാണുന്നില്ല. പബ്ലിഷ് ടു സബ്സ്ക്രിപ്ഷൻ സ്പീഡ് ആൻഡ് നോട്ടിഫൈ സബ്സ്ക്രൈബേഴ്സ്. അതായത് നമ്മളുടെ വീഡിയോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷനായിട്ട് പോകാനായിട്ട് ഉള്ളൊരു സെറ്റിങ്സ് ആണ് ഇവിടെ. ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഇത് ഞാൻ പബ്ലിഷ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ബ്ലറായിട്ട് കാണുന്നത്. നിങ്ങളുടെ സെറ്റിങ്സിൽ ഇത്തരത്തിൽ ബ്ലറായിട്ടാണ് ഉള്ളതെങ്കിൽ അത് ഓക്കെ തന്നെയാണ്, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ മുകളിൽ കാണുന്ന രീതിയിൽ ഈ ബോക്സിൽ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത്തരത്തിൽ കൊടുക്കാതിരുന്നാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് പോലും നിങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ, നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ ആ സബ്സ്ക്രൈബേഴ്സിന് മുഴുവനുമായിട്ട് നോട്ടിഫിക്കേഷൻ പോകണമെങ്കിൽ ഈ ഒരു പബ്ലിഷ് ടു സബ്സ്ക്രിപ്ഷൻ സ്പീഡ് ആൻഡ് നോട്ടിഫൈ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു ഭാഗം ഉണ്ടാവും. അത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തിരിക്കണം, കൊടുത്താൽ മാത്രമേ അത് പോവുകയുള്ളൂ. അപ്പോൾ നിങ്ങളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷന് ആളുകളിലേക്ക് പോകാനായിട്ട്, നമ്മുടെ വീഡിയോസ് റെക്കമെൻഡേഷനിലേക്ക് പോകാനൊക്കെ ആയിട്ട് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഇനി റെക്കമെൻഡേഷൻ ചെയ്യാനായിട്ട് ഒരുപാട് സെറ്റിങ്സുകൾ വേറെയുണ്ട്. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്, അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ഇവിടെ എവരി വൺ എന്നായിരിക്കണം കേട്ടോ, അതില്ലാതെ മാറ്റി കൊടുക്കരുത്. എവരി വണ്ണും അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് കൊടുക്കരുത്, നിങ്ങൾ എവരിവെയർ എന്ന് മാത്രം കൊടുക്കുക. എവരി വൺ എന്നല്ല, എവരിവെയർ എന്നാണ് കേട്ടോ. അപ്പോൾ മേക്ക് ദിസ് വീഡിയോ അവൈലബിൾ ഓൺലി ഓൺ മോണിറ്റൈസ്ഡ് പ്ലാറ്റ്ഫോം എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ മോണിറ്റൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ മാത്രമായിരിക്കും അത് പ്ലേ ആവുക, നിങ്ങൾക്കത് മറ്റൊരു ഭാഗത്തും പോവുകയില്ല. അപ്പോൾ നിങ്ങൾ എവരിവെയർ എന്ന് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ എല്ലാ വീഡിയോയിലും അത് എത്തിച്ചേരാനായിട്ടുള്ള ഒരു ഓപ്ഷൻസാണത്. അപ്പോൾ അത് കൊടുക്കുക. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വേറെയും കുറേ ഓപ്ഷൻസുകളുണ്ട്. നമ്മളുടെ വീഡിയോസ് മറ്റുള്ള ആളുകളുടെ മുന്നിലേക്ക് റെക്കമെൻഡേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം കൂടിയാണ് നമ്മളുടെ ഈ ഒരു കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കീവേഡ്സിനെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇത്രയും സെറ്റിങ്സുകൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ ഇട്ട് നോക്കുക. നിങ്ങളുടെ വീഡിയോസ് തീർച്ചയായും റെക്കമെൻഡേഷനും നോട്ടിഫിക്കേഷനൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.